ഈസി ആൻഡ് സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാം. ചിക്കനിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി അരിഞ്ഞു വെച്ചു. നമ്മൾ ചൂടായ പാനിലേക്ക് സ്പൈസസ് ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക ചേർത്ത് വഴറ്റുക. അതിലേക്ക് ഉള്ളി ചേർത്തു. അത് വഴറ്റി വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് വഴറ്റുക. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി അത് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇതിൽ ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. അടച്ച് വെച്ച് ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് തക്കാളി മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നാരങ്ങ നീര് ചേർത്ത് നമ്മൾ അരമണിക്കൂറോളം മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മസാലയ്ക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് ആ മസാല പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിൽ പച്ചമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അതും കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ 2 ഉള്ളി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ചേർത്ത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മളിൽ ഓൾറെഡി ഗ്രേവി ഉണ്ട്. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അടച്ച ആവിയിലാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം കൂടി വരുന്നുണ്ട്, ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട്. കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ചു. മസാലയൊക്കെ ഓൾറെഡി വെന്തതായിരുന്നു. ചിക്കൻ നന്നായി വെന്തു. അപ്പോൾ നമ്മളിതിലേക്ക് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചാൽ ആ മല്ലിയുടെ ഇലയുടെ മണം നമ്മുടെ ഗ്രേവിയിൽ പിടിക്കും. അപ്പോൾ ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.